സോ ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് ഇത്. സോ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. ഞങ്ങൾ പാലക്കാടുകാർക്ക് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അരിക്കൊണ്ടാട്ടം അല്ലെങ്കിൽ അരിമുറുക്ക് എന്നൊക്കെ പറയാം. ശരിക്കും മുറുക്കിൻ്റെ കാറ്റഗറി അല്ല, കൊണ്ടാട്ടത്തിൻ്റെ കാറ്റഗറിയാണ്. അരി വറ്റൽ എന്നൊക്കെ പറയും. സാധാരണ എറണാകുളം ഭാഗത്തേക്കൊക്കെ ഈ മുളക് അല്ലെങ്കിൽ താമരത്തണ്ട് അങ്ങനത്തെ ഉള്ള സാധനങ്ങളിലെയാണ് വറ്റൽ അല്ലെങ്കിൽ കൊണ്ടാട്ടം എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെയും അരിക്കൊണ്ടാട്ടം എന്നാണ് പറയുന്നത്. വളരെ ക്രഞ്ചി ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ഇതൊക്കെ കഴിക്കുന്നത് ചോറിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു അരിക്കൊണ്ടാട്ടമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് വെക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാനും ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ക്രൂവിന് തന്നെ ബിഹൈൻഡ് ദി ക്യാമറ ഉണ്ട്. എൻ്റെ അനിയത്തി ഉണ്ട്. പിന്നെ അതുകൂടാതെ ക്യാമറ ലൈറ്റൊക്കെ പിടിച്ചെടുക്കുന്ന അമ്മ തന്നെയാണ്. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമുക്കിപ്പം ചോറിൻ്റെ കൂടെ അല്ലാതെ കാപ്പിയുടെ കൂടെ സ്നാക്കായിട്ടും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് എറണാകുളത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ ഓഫീസിലേക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ വറ്റലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ കുതിർത്ത് ഇട്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം തന്നെ ഇത് കുതിർത്താൻ ഇട്ടിരുന്നു. നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പച്ചരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് 4 പച്ചമുളകും ചേർത്ത് മിക്സിയിൽ നല്ലപോലെ ദോശയ്ക്ക് അരയ്ക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്ത് നല്ലപോലെ കുറുക്കി ഒരു കട്ടിയായിട്ടുള്ളൊരു പരുവത്തിൽ ഇത് ആക്കി എടുക്കുന്നുണ്ട്. സോ ഗൈസ് നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അരിയിനകത്ത് കുരുമുളകും പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒന്ന് കുറുക്കിയെടുക്കാൻ പോവുകയാണ്. കുറച്ച് ജീരകം ഇട്ടിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് ജീരകം ചേർത്തു, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച ശേഷം മാത്രമാണ് നമ്മൾ തീ ഓൺ ചെയ്യേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ തീ ഓൺ ചെയ്ത ശേഷം വെള്ളം ഒഴിക്കാനൊക്കെ നിന്നു പറഞ്ഞാൽ പെട്ടെന്ന് കട്ടിയായിട്ട് ഒരു പരുവമായിട്ട് പോകും. അപ്പോൾ നമുക്കത് ഇളക്കിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്ത ശേഷം മാത്രമാണ് നമ്മൾ തീ ഓൺ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് കട്ടിയായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. സാധാരണ ഞങ്ങൾ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നത് നല്ല ക്വാണ്ടിറ്റിയിലാണ് മാവ് എടുക്കുന്നത്. 1 കപ്പിനൊന്നും സാധാരണ ഉണ്ടാക്കാറില്ല. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 1 കപ്പ് മാവ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. അത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് നല്ലപോലെ വെള്ളം ചേർക്കണം. ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് റാഗി കുറുക്കി എടുക്കുന്നത് ഒരു പരുവത്തിൽ നല്ലപോലെ കുറുക്കി എടുക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 10-15 മിനിറ്റ് സമയം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സാധനം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് അരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ കട്ടിയായിട്ട് വരുന്നുണ്ട്, നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് കൂടി നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരുന്നുണ്ട്. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെയൊക്കെ നല്ലപോലെ മണം വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇത് വളരെ ചെറിയ പാത്രത്തിലാണ് കുറുക്കിയെടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു പാത്രം തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിനെ കുറുക്കിയെടുക്കാൻ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നുകൂടി കാണിച്ചു തരാം. ഉണ്ടോ, അങ്ങനെ പെട്ടെന്ന് അങ്ങ് താഴത്തേക്ക് വീഴുന്നൊരു പരുവത്തിലല്ല, എങ്കിൽ ഒരുപാട് കട്ടിയല്ല, ഈ ഒരു പരുവത്തിലാണ്. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം.
അപ്പോൾ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന മാവ് നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. അത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സേവനാഴി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പീച്ചെടുക്കേണ്ടതാണ്. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് സ്റ്റാർ ഷേപ്പിലുള്ള ഒരു അച്ചാണ്. നമുക്കിതിന് പകരം റൗണ്ട് ഷേപ്പിലുള്ള എടുക്കാം. പിന്നെ ഒരുപാട് വലുതായി പോകരുത്, മീഡിയം ഷേപ്പിലുള്ള ഒരു ചില്ലാണ് എടുക്കേണ്ടത്. നമുക്കിനി ഇതിലേക്ക് ഈ മാവ് ചേർത്ത് ഒന്ന് പീച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ആക്ച്വലി പുറത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒത്തിരി മാവുണ്ടെങ്കിൽ നമ്മളൊരു പായക്കകത്ത് സാധാരണ ഒരു തുണി എടുത്തിട്ട് ഇത് ഇങ്ങനെ നീളത്തിൽ ഇട്ട് പോകണം. അതിനുശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളിത് പീച്ചെടുക്കേണ്ടത് നമുക്കൊന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അമ്മ ഇതിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞത് സ്പീഡിൽ പെട്ടെന്ന് ആക്കിയെടുക്കണം, അപ്പോഴാണ് നമ്മളിതിങ്ങനെ കുഴഞ്ഞു പോവാതെ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം എൻ്റെ ഊഴമായിരുന്നു, അതിൽ കുറച്ച് ഗ്യാപ്പ് വന്നു. സെക്കൻഡ് അമ്മയുടെ ഊഴത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കരുത്. ഒരു 3/4 ഭാഗം ഫില്ല് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് സ്പീഡിൽ ആക്കിയിട്ട് പോകണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതാക്കിയെടുക്കേണ്ടത്. ഇത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വെയിലത്ത് വെക്കണം. അത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല. ആദ്യത്തെ ദിവസം നമ്മൾ വൈകുന്നേരം രാവിലെ ഇടുകയാണെങ്കിൽ വൈകുന്നേരം ഇത് ഇങ്ങനെ മാറ്റി, ഈ തുണിയിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു കവറിലേക്കോ മാറ്റിയിടാം. നമ്മൾ രണ്ടാമത്തെ ദിവസം അത് മാത്രമായിട്ട് വേറൊരു പായയിലോ അല്ലെങ്കിൽ വേറൊരു മുറത്തിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ വെയിലത്ത് ഒരു 1-2 ദിവസം കൂടിയിട്ട് ഇട്ട് വെച്ചു എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ വറുത്ത് വരും. അതാണ് നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണക്കിയെടുത്ത വറ്റലാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മളിനി നല്ലപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ടത്.